ഇവിടെ ഒരു ടെലിഫോൺ മ്യൂസിയം ഉണ്ട്. നമ്മൾ മുമ്പ് രാവിലെ വന്നപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീട് വന്നപ്പോൾ അടച്ചിട്ടേക്കാതെ നമ്മൾ കരുതിയെങ്കിലും മുൻവശം വന്നപ്പോൾ തുറന്നിട്ടേക്കുക. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ഒന്നും കാണാത്തത് കൊണ്ട് അങ്ങ് എടുക്കുകയാണ്. കയറി നോക്കാം. ടെലികോം മ്യൂസിയം എന്നൊക്കെയാണ് എഴുതി കാണുന്നത്. ഇതാണ് നമ്മുടെ മാർക്കോണിയുടെ റേഡിയോ എന്ന് പറയാം. ഇതാണ് വന്നു ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു അല്പം കൂടി രൂപം ചെറുപ്പകാലത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്നു. വല്യപ്പനത് ഉപയോഗിക്കുന്നത് കണ്ട ഓർമ്മയുണ്ട്. ഇത് 1976 ടെലിഫോണാണ്. നിങ്ങൾ ഷൈജ സാറിന് ചെയ്യാറില്ലല്ലോ നിങ്ങളുടെ സ്കൂളിൽ? ടച്ച് ചെയ്തെത്തിക്കണം. ടച്ച് ചെയ്താൽ പോയി. എക്സിബിഷനുകൾക്ക് എൻ്റെ ഭാര്യ ആഴ്ചയ്ക്ക് ടച്ച് ചെയ്തെത്തിക്കാൻ സാധ്യതയുണ്ട്. അവൾ എവിടെ സമ്മാനം വാങ്ങാൻ മേടിക്കാനായി. ഇത് ടെലിഗ്രാം, പഴയ ടെലിഗ്രാം അല്ലേ? ടെലിഫോൺ ഇത് ടെലിഗ്രാമും ടെലിഫോണും ഒക്കെ ഇങ്ങനെയായിരുന്നല്ലേ? How communications transformed the face of Praram. അതാണ് സംഭവം കാണിച്ചിരുന്നത്. ഇതെല്ലാം ഇവിടെ ചിത്രമായിട്ട് 96 പഴയ ചിത്രങ്ങളുണ്ട്. 1976 വയർലെസ് റേഡിയോ സ്റ്റേഷൻ. അന്നത്തെ കാലത്തൊക്കെ ആണല്ലോ അല്ലേ കമ്മ്യൂണിക്കേഷൻ? അതെ അന്നത്തെ കാലം. അതെ അങ്ങനെയായിരുന്നു. അന്നത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നത്. ഇത് 1933 പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് പോസ്റ്റ്. ടെലിഗ്രാഫിൻ്റെ ഉപകരണമാണ്. നമ്മുടെ പഴയ സോക്കോൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന STD ബൂത്തല്ലേ ഇതൊക്കെ? STD ബൂത്ത് എന്ന് പറയുമ്പോൾ അന്ന് അത് വേറെ വിധത്തിലാണ് യൂറോപ്യൻസ് കണ്ടിരുന്നത് ആ വാക്കിന്. ഇതുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെലിഫോൺസ്. അതെ നോക്കി എത്രയാ നോക്കി, എത്ര ടൈപ്പാ നോക്കി. ഇതൊക്കെ ഇതൊന്നും ഇവർക്ക് പോലല്ലേ ഇവർക്കറിയത്തില്ലോ. അയ്യോ അതെ നമ്മളൊക്കെ അന്ന് ഇങ്ങനെ ഫോൺ തന്നെ കാണുന്നത് എന്തായിരുന്നു അല്ലേ? എത്ര ആഡംബരമായിരുന്നു ഒരു ഫോണുള്ള വീടെന്ന് പറഞ്ഞാൽ. ഇവർക്കൊന്നും അറിയില്ല. നിങ്ങളോടുണ്ടോ ഇതൊക്കെ? ആട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുണ്ട്. ഇല്ല ടച്ച് ചെയ്യണ്ട കേട്ടോ. കറക്കണോ? ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയുള്ളവർക്ക് അറിയില്ലല്ലോ. അതാണ് എന്താ ടെലിഫോൺ, പഴയ ടെലിഫോണുകളാണതൊക്കെ. BPO ടെലിഫോണി പഴയകാല സംഭവം. ഇത് പഴയ ടെലിഗ്രാഫ് നമ്മുടെ തന്നെ അഞ്ചലോട്ടക്കാരെന്ന് പറയുന്നത് അല്ലേ? ഓർമ്മയില്ലേ? ടെലിഗ്രാഫ് വന്നാൽ ബാബു ആപ്പു ഒക്കെ ഒരു ശരിക്കും നമ്മൾ പോലും മറന്നുപോയി എന്നുള്ള ഭാവന അല്ലേ? നമ്മൾ ഇതൊക്കെ മറന്നുപോയി. അതെയോ? അയ്യോ അന്ന് ടെലിഗ്രാം ഇത് മരിച്ചാലാണ് ടെലിഗ്രാം വരിക. അത് ഭയങ്കര എപ്പോഴും നമുക്കൊരു ടെലിഗ്രാം വന്നു. ഈ ടെലിഗ്രാം വന്നാൽ എന്തോ ആപത്ത് സംഭവിച്ചതാണ് എന്താ ചിന്ത എന്ന് പറയുന്നത്. അതെയോ? ഉണ്ടല്ലേ? ഇത് പഴയ എക്സ്ചേഞ്ചാ? അതെ ഫോൺ എക്സ്ചേഞ്ച്. പഴയ ടെലിഫോൺ എക്സ്ചേഞ്ച് ഓർമ്മയില്ല? മാറ്റി കുത്തുകയായിരുന്നു. ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൊക്കെ ഇപ്പോഴും ഇതുപോലത്തെ റൂമുണ്ട്. മുക്കത്തുണ്ട് ഇതുപോലത്തെ റൂം. അതിന് ഇങ്ങനെ ശബ്ദം കേൾക്കാം. അങ്ങനെ എന്താ പേര്? അതെ ഇത് ഇങ്ങനെ മാറ്റി കുത്തുകയെന്നൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതും മാനിലോട്ട് ചെയ്യാന്ന് അത് ചിന്തിക്കണ്ടേ? അതൊന്നല്ല, ഇതാണ് ആയില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അറിയാൻ പറ്റുമെങ്കിലും ഇതാണ് പഴയ ടെലിഫോൺ എക്സ്ചേഞ്ച്. നമ്മൾ കോൾ വന്നു കഴിയുമ്പം അതിലേക്ക് ഇങ്ങനെ മാറ്റി കുത്തിയാണ് ഫോൺ എടുത്തിരുന്നത്. ലാൻഡ് ഫോണിലേക്ക് ആദ്യം നമ്മളത് ചിലപ്പോൾ അന്നത്തെ കോൾ ബുക്ക് ചെയ്യണം എക്സ്ചേഞ്ച് വിളിച്ചിട്ട്. എന്നിട്ട് എക്സ്ചേഞ്ചിൽ നിന്നാണത് ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാന്നൊക്കെ പറയും. ഭയങ്കര സംഭവം. അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഫീമെയിൽ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിൻ്റെ
ഒരു ചിത്രം. നമുക്ക് നമ്മുടെ പഴയ കാലത്തേക്ക് പോകാനായി, കുട്ടികൾക്ക് ഒരു പുതിയ അറിവുമായി. അതാണ് നമ്മൾ ചിന്തിക്കുക. അന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലേ അത് സത്യം. ഇത് കാണുമ്പോൾ പണ്ട് ദേവരിക്കൊല്ലം പഠിച്ച കാലത്തെ ഓർമ്മ വരുന്നു. മോഴ്സ് കോഡ് പഠിക്കുന്നത് കുറേ പേരുണ്ടായിരുന്നു, നമ്മുടെ റൂംമേറ്റ്സ്, എന്താ സഹപാഠികൾ, സഹമുറിയന്മാർ. അന്നത്തെ കാലത്ത് ഈ കോഴ്സ് പാസ്സായാൽ, മോഴ്സ് കോഡിൻ്റെ കോഴ്സ് പാസ്സായാൽ നല്ല ജോലിയായിരുന്നു. കാരണം കപ്പലിൽ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക് ജോലി വകുപ്പിൽ ജോലി കിട്ടുമായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് അതെനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ കയ്യിൽ ഈ മോഴ്സ് കോഡ് ചെയ്യുന്ന ഉപകരണം ഉണ്ടായിരുന്നു. ആ സ്പേസ് അല്ലേ, ആ സ്പേസിൻ്റെ ഇതിലാണ് അവർ അത് നടക്കുന്നത്. നമ്മുടെ റേഡിയോയിൽ പോലും ആ ഒച്ച അവിടേക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ സെയിം സിസ്റ്റംസ് ഇതിൻ്റെ മറ്റൊരു ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. ഇതില്ലേ ഹാം റേഡിയോ ആദ്യകാലത്ത് ഈ മോഴ്സ് കോഡ് ഉപയോഗിച്ചാൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ അല്ല, ഇപ്പോൾ ഹാം റേഡിയോ അല്ലാതെ തന്നെ അത് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റേഡിയോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വ്യക്തിയായിരുന്നു. ഒരു മാംഗോ സ്പാർക്ക്ലിംഗ് ഡ്രിങ്ക് കഴിച്ച് ഇങ്ങനെ ഞങ്ങളിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വാഹനം വന്നതാ, വെയിറ്റ് ചെയ്യാണ്. ജിമ്മി കുടുംബവും തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോലെ അല്ലേ. ഇനി എന്ന് കാണും നമ്മൾ, അങ്ങനല്ല പാട്ട്. ഇനി എന്ന് കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗദ്ഗതം മുഴങ്ങിയിരുന്നു. അപ്പോൾ എനിവേ ജിമ്മി, ഞാനും ഷാജി പറയായിരുന്നു കേട്ടോ. ജിമ്മി എടുത്ത ആ ഒരു ഇതിനുവേണ്ടി എടുത്ത ആ ഒരു എക്സ്ട്രാ എഫേർട്ട് റിയലി ഇറ്റ്സ് ഗ്രേറ്റ്. വന്നിട്ട് എന്ത് പറഞ്ഞാലും അതൊരു വലിയ കാര്യമാണ് ജിമ്മി. അങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ബന്ധം അങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഏതാണെങ്കിലും നല്ലൊരു അപ്രതീക്ഷിത ഗ്യാതറിങ് അല്ലേ എല്ലാവനോ? ജിമ്മി വന്നത് തീരുമാനിച്ച ഡിസിഷൻ റിയലി അപ്രീഷിയേറ്റ്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. തീർച്ചയായിട്ടും ഒരേ ബസ്സിലിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കൊച്ചു മോളാണെങ്കിൽ ബുക്ക് ചെയ്തോ, വണ്ടി ബുക്ക് ചെയ്തോ? അപ്പോൾ എന്തോ വരും അല്ലേ? ടൈം എന്താ പറയുന്നത്? 8 മിനിറ്റ്. ആ അപ്പോൾ മക്കളെ ഇരിക്കും കേട്ടോ. കേട്ടോ എന്താ പറയുക, സന്തോഷമായി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ അടുത്ത 4 ദിവസത്തെ ഡെസ്റ്റിനേഷനായ അല്ലെങ്കിൽ താമസ സ്ഥലമായ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ്. രാവിലെ വന്നു, ഫ്രഷായി, എല്ലാം ഈ ചുറ്റുവട്ടം നിന്ന് ഓടി നടന്ന് കണ്ടു. കൂടെ ജിമ്മി ഉണ്ടായിരുന്നു. ജിമ്മിക്കും മോക്കും ഒപ്പം എല്ലാം ഒന്ന് കണ്ടു കേട്ടു. ഇനി നേരെ നമ്മുടെ ശരിക്കും ഇനിയാണ് നമ്മുടെ എക്സ്പെഡിഷൻ തുടങ്ങുന്നത്. ഇതുവരെയുള്ളത് എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറയാം. എക്സ്പെഡിഷൻ എന്ത് വേണം പറയാം. അത് അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളത് രാവിലെ വന്ന ഒരു ഫ്രഷപ്പിൻ്റെ ടൈമായിരുന്നു. അത് കഴിഞ്ഞു വാഹനമില്ല, നമ്മുടെ ബാഗേജൊക്കെ കാറിലേക്ക് കയറ്റി എല്ലാവരും തിരികെ കാറിലേക്ക് കയറുന്നു. പക്ഷേ വണ്ടി പോരായിരിക്കും അല്ലേ? നമ്മുടെ ഒരേ സമയത്തായിരിക്കും. അതല്ലേ? ആ ഇവര് ഒരു പായല്ലേ അല്ലേ? നോറ എന്താ മൊത്തം ക്ഷീണം. അപ്പോൾ ശരി, ഓക്കെ. ഒരു ഉമ്മനെ തന്നെ പറ്റുള്ളൂ. എൻ്റെ വണ്ടി വരികയും ചെയ്തു. ഒരു സിംഗപ്പൂരിലേക്ക് മടങ്ങി പോകുന്നു. ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നു. ഓക്കെ. ഓ മനോ ഏതാണെങ്കിലും
അവർ സിംഗപ്പൂരിൽ നിന്ന് വന്നാ. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്തു. ജിമ്മിയും മോളും തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോയി. മനോജും ഞങ്ങൾ സകുടുംബം ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഒരു 3 മണിയോടെ, അറൗണ്ട് 3 മണിയോടെ. അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് കുളിച്ചു, ഒന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 5:30 ഇനിയും നമ്മുടെ ഇപ്പം ഞായറാഴ്ച മലേഷ്യ വന്നിട്ടുള്ള ആദ്യ ദിവസം. അപ്പോൾ മലേഷ്യയുടെ രാക്കാഴ്ചകളിലേക്കൊന്ന് മലേഷ്യൻ സ്ട്രീറ്റുകളിലേക്കൊന്ന് ഇറങ്ങുകയാണ്. 6 മണിക്ക് താഴെ റെഡിയായി എത്തണമെന്നാണ് കിട്ടിയ എന്താ പറയുക നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിനുവേണ്ടി താഴേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച കാണാം. നോക്കൂ, ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. ഇതിൻ്റെ ആ കോർണറിലായിട്ട് സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അധികം വൈകാതെ പുറത്തേക്ക് ഇറങ്ങും. താഴെ റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. സന്ധ്യയാവുന്നു. ദൂരെ സൂര്യ അസ്തമയത്തിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങൾ സൂര്യൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി നടക്കുകയാണ്. സന്ധ്യയാവുന്നതോടുകൂടി ഇവിടുത്തെ ഒരു വൈബൊക്കെ മാറും. മൊരിച്ചുകൊണ്ടും ഇരിക്കുന്ന ഫുഡുകൾ കാണാം. നമുക്ക് നടക്കല്ലേ, ഇങ്ങനെ നിൽക്കണ്ടാവാ, നമുക്ക് വയ്യ നടക്കാം. എന്തൊക്കെയോ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ റെഡിയായിരിപ്പുണ്ട്. വിവിധതരം ജ്യൂസുകൾ കണ്ടാൽ എല്ലാം കഴിക്കാൻ തോന്നും, ഉള്ളത് പറയാമല്ലോ. മനോ അല്ല കണ്ണുമൊക്കെ അല്ല കണ്ണ് നിറയ്ക്കാം അല്ലേ? കഴിക്കണം. അതാണ് പറ്റില്ലേ, ഇഷ്ടംപോലെ ഉണ്ട് സംഭവം. മനോ അല്പം കൂടി ഇരുട്ടായി കഴിയുമ്പോൾ വേറൊരു വൈബിലേക്ക് എത്തും. ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ, കാരണം 2 സൈഡിലും നിറയെ ചെയറിൽ ടേബിളുമായി ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മുടെ ആൾക്കാരെ ഫുഡിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സീ ഫുഡ് വേണോ? നമുക്കത് കണ്ടു നോക്കാം. മനോജ് കണ്ടു നോക്കാം. ഇതെന്തുകൊണ്ടില്ല മനോ, നമ്മുടെ നാട്ടിലൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൂടാ? കോഴിക്കോട് ബീച്ചിലൊക്കെ അല്ലേ അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വൃത്തിയുള്ളത് എനിക്ക് ആണ്. ഇവിടെ എന്തൊക്കെയോ ജ്യൂസുകളുണ്ട്. മോൺസ്റ്റർ വിങ്സു, ഫേമസ് ഗോൾഡൻ ബൺ, സ്വീറ്റ് ഡെസേർട്ട്. ഇവിടെ കുറേ കരിമ്പുണ്ട്, കുറേ റംബൂട്ടാൻ കാണാം, പിന്നെ കുറേ പഴങ്ങളുടെ ഇഷ്ടം പോലെ പഴങ്ങൾ, എല്ലാം പഴങ്ങളുണ്ട്. അവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങളുണ്ട്. ഇതെന്തൊക്കെയോ നോക്കൂ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. ബിരിയാണി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യൂസുകള്, പാനീയങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഇതല്ലേ, ഇതല്ലേ ഞണ്ട്, എന്തൊക്കെയോ പച്ചക്കറികൾ. ശരിക്കും ഉച്ചയ്ക്ക് അതേ ഭക്ഷണം കഴിച്ചിട്ട് കാരണം വിശന്ന് നല്ല വിശപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വായി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു അറിയാത്തത് കൊണ്ട് നമ്മളൊന്ന് കൺഫ്യൂഷൻ നിൽക്കുകയാണ്. കഴിച്ച് നോക്കണമോ വേണ്ടയോ എന്നുള്ളത്. എന്തോ നോക്കണം. വെയിറ്റ് അപ്പോൾ ഇവിടെ നല്ല സ്പേസ് കണ്ടു. അപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ഇരുന്ന് നോക്കിയാലോ?
അതിന് മനോജ് രണ്ട് കൽപ്പിച്ചിരുന്നു. അപ്പം മനോജ് രസയ്ക്ക് നമുക്ക് നേതാവിരുന്ന് നമുക്ക് ഇരുന്നാൽ മതിയല്ലോ. പിന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നു. ഒരു മെനു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയില്ല. എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, അതെയോ? ഇത് രണ്ടെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. വന്ന് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് കാര്യം. അറിയത്തില്ല. Why 3 layers? What is this black color? Milo boba. Okay. Good, huh? Yeah, this one also boba. ഫുഡ് സിറ്റി കൂടെ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നോക്കൂ, ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വരുന്ന ഏതൊക്കെയോ ജനഭാഗത്തിൻ്റെ ഭാഗമായ ജനങ്ങൾ. ഇതാണ് ഒരു എന്താ പറയുക, നമ്മുടെ പക്ഷേ നമുക്ക് തികച്ചും അന്യമാണ് നമ്മുടെ നാടിനും നമ്മുടെ ഒരു സംസ്കാരത്തിനും. പക്ഷെ ജനങ്ങളൊക്കെ ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്. അങ്ങനെ ഓരോരു സംഭവം വന്നു. ഇതാണ് സംഭവം. കഴിച്ചു നോക്ക് മനോ, ധൈര്യം കഴിക്കാൻ. ആഹാ, കഴിച്ചു നോക്കാം. എന്ത് വന്നാലും ഓള് ഇവിടുത്തെ അപ്പം കഴിക്കട്ടെ. അവളാണെങ്കിൽ അവിടെ ഏതോ കഴിച്ചിരിക്കാം. കഴിച്ചു നോക്ക്. ഓരോരു സംഭവം വന്നു. ഇതാണ് സംഭവം. കഴിച്ചു നോക്ക് മനോ, ധൈര്യം കഴിക്കാൻ. ആഹാ, കഴിച്ചു നോക്കാം. എന്ത് വന്നാലും അവളാണെങ്കിൽ അവിടെ ഏതോ കഴിച്ചിരിക്കാം. കഴിച്ചു നോക്ക്. സംഭവം അടിപൊളിയല്ലേ? കൊടുക്കാം. ഈ ടേസ്റ്റ് കേരളത്തിലെ ഒരു ഫുഡിനുമില്ല. അതാണല്ലേ ഒറിജിനൽ നൂഡിൽസിൻ്റെ ടേസ്റ്റ് അല്ലേ? അപ്പോൾ നോക്കല്ലേ, മനത് നല്ലത് പറഞ്ഞു. അപ്പോൾ കഴിച്ചതാണ്. പിന്നെ ഭക്ഷണം കണ്ടോടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. സോറി, ഇതെനിക്ക് ഭയങ്കര നൂഡിൽസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ ഈ സംഭവം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നൂഡിൽസ് നല്ല ടേസ്റ്റ്. ശരിക്കും ചൈനീസ് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞു അല്ലേ? നല്ല നൂഡിൽസാണ്, ടേസ്റ്റുണ്ട്. മനോ, ആ കൊക്കോള പിടിച്ച് ഒഴിച്ചാൽ മതി. അത് എനിക്ക് അത്രയൊക്കെ പിടിച്ചില്ല. എന്താ തന്നെ അറിയില്ല. കുഴപ്പമില്ല, അതെനിക്ക് കുഴപ്പമില്ല. കഴിച്ചത് ഇനിയുള്ളത് ഇതാ കഴിക്കേണ്ടത്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് നമുക്ക് കഴിക്കാം. അത് മുക്ക് കഴിക്കണമെല്ലോ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കഴിച്ചു നോക്കാം. ഇത് ഫിഷിൻ്റെ ഫിഷ് ആയിട്ടും അതെ. ഫിഷാ ടേസ്റ്റ്. ഈ സംഭവം ചിക്കൻ കഴിച്ച പോലെ. എനിക്ക് ഇഷ്ടമായിട്ടോ. മധുരമുള്ള ചിക്കൻ എന്ന് പറയാം. കൊക്കക്കോള അങ്ങോട്ട് ഐസിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ളൊരു സ്പാർക്ലിംഗ് ഇല്ലേ? ബാക്കി ഇതിലേക്ക് വെച്ചു. പണ്ട് കീഡ്സ് അല്ലേ പറഞ്ഞത് അല്ലേ? ഗ്ലാസിൻ്റെ അല്ലേ? അതല്ലേ? ആ നൂഡിൽസ് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ഓർഡർ കൊടുത്തു. പക്ഷേ ആ ഫിഷ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പത്തൊരു ഫാമിലി ഇരുന്ന് ഞണ്ടോ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ. അവിടെ നിറയെ ഫ്രൂട്ട്സാണ് കട്ടി വെച്ചിട്ടുണ്ട്.
ഫുഡ് ഐറ്റംസ് ആണ്. മനോഹരമായി വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന നല്ല പഴങ്ങൾ കണ്ടാ വാങ്ങി. സന്ധ്യയായി, നിറയെ ആളുകൊണ്ട് നിറയെ നിറങ്ങളുമാണ്. ലോകത്തിൻ്റെ എല്ലാ നാട്ടിൽ നിന്നും വന്ന് ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കുന്ന ജനങ്ങൾ. മോൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അവളത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണ്ട. ഒരു മാങ്ങയും വാങ്ങി, അവിടെ ഒരു പേരക്കയും വേണം. അതൊക്കെ അപ്പളങ്ങി ആയിരിക്കും. നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കടയല്ലേ. നല്ല നല്ല രുചികരമായ പഴങ്ങൾ. കൊള്ളാവോ? മാങ്ങ കൊള്ളാവോ? ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണമേശകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തരം ഭക്ഷണവും അത് കിട്ടുന്നതാണ്. രുചികരമാണ്. അതാണ് ഞാൻ കണ്ടപ്പോൾ. നമ്മൾ ഈ പറയാം ഒരു പക്ഷേ ഫുഡ് അത്ര മെച്ചം ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല. വളരെ രുചികരമാണ് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയാം. ശരിക്കും ആകെ മൊത്തം നിറങ്ങളുടെ ഒരു പർദേശയായി മാറിയിരിക്കുന്നു ഈ ഫുഡ് സ്ട്രീറ്റ്. മീനുകളിങ്ങനെ അല്ലേ ഐസ് വെച്ചിരിക്കുന്നു. അത് വേറെ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നോക്കാൻ എന്താണ് കോക്കനട്ട് പാവ്. കോക്കനട്ട് പാവ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ഇവിടെ കുറേ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നു. മീനുകൾ, വലിയ വലിയ കൊഞ്ചുകൾ, പ്രോൺസ്. വെറൈറ്റി ഓഫ് ഫുഡ്സ്. അതാണ് ഒന്നും പറയും. അതെല്ലാം നിങ്ങളെ രുചിമുകളങ്ങളെ ഏറ്റവും ആഘോഷമാക്കുന്നത് ചോക്ലേറ്റ് അല്ലേ. അത് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. നമ്മുടെ 7:45 അങ്ങോട്ട് വാഹനം പാർക്ക് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പോവാം. നീ വഴി അങ്ങ് പോവാം. ഫ്രീ ഉണ്ടോ? ശ്രദ്ധിക്കണേ. ചൈനീസ് ബീഫ് റോട്ടി. അപ്പോൾ ഭയങ്കര തിരക്ക് ആൾക്കാർ കഴിക്കാൻ വേണ്ടി. എന്താ ചെയ്തെന്ന് നോക്കട്ടെ. ഇവിടെ എന്താ പരിപാടി നോക്കട്ടെ. നമ്മുടെ പൊറോട്ട പോലത്തെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതെന്തോ പൊറോട്ട അടിക്കുന്നത് തന്നെ ചോദിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് ആ റോയൽ സിഗ്നേച്ചറിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ടിട്ടാണ് നമ്മൾ ഇറക്കി വിട്ടത്. അപ്പോൾ ഞങ്ങളൊന്ന് വലം വെച്ച് ഫുഡ് സ്ട്രീറ്റിനെ വലം വെച്ച് തിരിച്ച് അങ്ങോട്ട് എത്തുകയാണ്. വാഹനം അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പാണ്ട ഐസ്. ഫുഡ് സ്ട്രീറ്റിലെ ഗന്ധം ഇങ്ങനെ മുക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയുണ്ട്. ആ പ്രലോഭനത്തിൽ നമ്മൾ വീടില്ല. ഇറങ്ങിയപ്പം നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ശരിക്കും ഭക്ഷണത്തിൻ്റെ സുഗന്ധം നമ്മളെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. വഴിയിൽ നല്ല തിരക്കായി തുടങ്ങി. ജനങ്ങളിങ്ങനെ ഒഴുകുന്നു. എങ്കിലും ഫുഡ് സ്ട്രീറ്റിലെത്താൻ തിരക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. ശരിക്ക് വോക്സ് വാഗൻ്റെയും ടൊയോട്ടയുടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഹനങ്ങളുടെ ഉണ്ട്.
പക്ഷേ ഇതൊന്നും നമുക്കിൻ്റെ പേരൊന്നും പറയുന്നത് അറിയില്ല കേട്ടോ. നമ്മുടെ ഇന്നോവ കണ്ടാൽ അറിയാം, അതൊക്കെ ഉള്ളൂ. ഇവിടെ കുറേ ബാഗുകളുടെ ഒരു കടയുണ്ട്. ഇവിടെ ഒരു ഹോട്ടലാണ്. ഇവിടെ കുറേ ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന ഒരു ചെറിയൊരു പെട്ടിക്കട പോലുള്ള കട. ശരിക്കും നമ്മൾ ചിന്തിക്കണം, ഈ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന വ്യക്തിത്വങ്ങൾ ലോകത്തിൻ്റെ ഏതൊക്കെയോ ദിക്കിൽ വന്നവരാണ്, ഏതൊക്കെയോ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവരാണ്. അവരുടെ മാനസിക വ്യാപാരങ്ങൾ എത്രയോ വ്യത്യസ്തമായിരിക്കും. എന്തെല്ലാം എന്താ പറയുക, പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്താവാം അവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ അവരെല്ലാം ഹാപ്പിയാണ്. നമ്മൾ കാണുമ്പോൾ അവർ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്. അവരുടെ കുഞ്ഞു കുഞ്ഞു ജീവിതത്തെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ആരെയും നിർവഹിക്കാതെ അതങ്ങ് ആസ്വദിച്ച് അവരെന്ന് ജീവിച്ചു തീർക്കുന്നു. ഒരു പറഞ്ഞാൽ അതല്ലേ ജീവിതം. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയും വേണം, കിട്ടിയത് പോരാ എന്ന് എന്തായാലും. ലോകം അങ്ങനെ അല്ലെന്നേ. ഈ ലോകത്തുള്ള ജനസമൂഹത്തിൽ നല്ല ശതമാനം അങ്ങനെയല്ല. അവർ ജീവിതത്തെ ജീവിതമായി കാണുന്നു. കുഞ്ഞു കുഞ്ഞു ലൈഫിനെ, കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ അവരെ വലിയ വലിയ ആഗ്രഹങ്ങളാക്കി മാറ്റി, അവരെ അത് സാധിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു സന്തോഷത്തെ വലിയ സന്തോഷമാക്കി മാറ്റി അവരങ്ങ് ആസ്വദിച്ച് ജീവിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇന്നത്തെ കാലത്ത്. അല്ലാതെ എല്ലാം തീർന്ന് എല്ലാം പരിപൂർണമായിട്ടൊരു ജീവിതം നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഉള്ള കുറകളിൽ ചെറിയ സന്തോഷങ്ങളെ വലിയ സന്തോഷങ്ങളാക്കി അങ്ങ് ജീവിച്ച് തീർക്കുമ്പോഴല്ലേ, അതല്ലേ എൻ്റെ ഒരു പൂർണ്ണത. ആ പൂർണ്ണതയിലേക്കല്ല നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വാഹനം. ഇതാണോ മനോ? കൂടുതൽ നാളെ കാണുന്നില്ല. ദൈവമേ, അവരത് അങ്ങോട്ട് കയറുന്നുണ്ട്. എന്തോ കണ്ടു, അങ്ങോട്ട് കയറി. അപ്പോൾ ഞാനും പുറകെ പോയേക്കാം. മുൻപേ ഗമിച്ച ഞാൻ പിൻപേ ഗമിച്ച ഗോവുകളുടെ പുറകെ അങ്ങ് പോവാം. എന്താ സംഭവം അവിടെ? നമ്മുടെ കൂടെ കയറേണ്ടവരെ എന്താ ഇവിടെ ഇപ്പം കയറിയതിനാ? രാമനോ? ഇവിടെ രാമനൊക്കെ ഉണ്ടോ? രാമനും കൃഷ്ണനൊക്കെ ഉണ്ടോ? ആ, കയറി നോക്കാം. ഇവിടെ കുറച്ച് AC കൊള്ളാമല്ലോ അല്ലേ? എന്താ പറയുക, ഇവിടെ രാമനുണ്ടെന്ന് പറഞ്ഞു. അതെയോ? ഇത് ഫേമസ് അവിടുത്തെ? കൊച്ചിന് വണ്ടി എടുത്തോ? അല്ല, ഈ നൂഡിൽസ് ഫേമസ് ആണോ? കൊച്ചു വാങ്ങിക്കോ. നമുക്കെന്താ വേണ്ട പറഞ്ഞു? ഇതൊക്കെ എരിവില്ലാന്നുള്ളതെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ? മോൾക്ക് എന്താ ഇഷ്ടമുള്ള വാങ്ങിക്കോ, മോളെ ആഗ്രഹമല്ലേ? മനോന്തി മോളോട്ടി എടുത്തോ. ചെറിയ പർച്ചേസിങ്ങും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ മടങ്ങിയെത്തി. മറ്റാരെത്തിയെന്ന് തോന്നുന്നു. നമ്മളാണോ അതുപോലെ വാങ്ങിയത് അറിയില്ല. ഇല്ല, ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളേലും അതിനെ എത്തിയിട്ടുണ്ട് പ്രാവശ്യം. സാധാരണ നമ്മളാ വൈകാറുള്ളത്. മലേഷ്യയിൽ കൊലാലംപൂർ വന്നിട്ട് ആ പ്രസിദ്ധമായ പെട്രോണാസ് ടവറൊന്നും കണ്ടില്ലെങ്കിൽ മോശമല്ലേ? നോക്കൂ, രാവിൻ്റെ ഇരുളിൽ ശുഭ്ര വർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന പെട്രോണാസ് ടവർ. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായി വിശേഷിപ്പിച്ചിരുന്ന കൊലാലംപൂരിൻ്റെ മലേഷ്യയുടെ സിഗ്നേച്ചറായിരുന്ന പെട്രോണാസ് ടവർ. Saloma Bridge வந்து just opposite. The street you have to go straight and Saloma Bridge. So on the Saloma Bridge photo you have to pay. Then from this building you can go to view Twin Tower. So you program ini dah Saloma Bridge. First you have to Saloma Bridge. Then tower. Yeah. Tower. entrance ആണ്. No. Entrance just photo மட்டும். Photo கொடுக்கலாம். ഫുള്ള് പോകാം. Online ticket. One day before booking. Photo மட்டும். Photo. Entering ஏஜ் நிஃபார்ம்.
earlier you reach the Burma, maybe we will get മോളിൽ കയറുന്നല്ല രസം. അവർ അഡീഷണൽ പേയ്മെന്റ് ചോദിക്കുമായിരിക്കും. Happy birthday to you. Happy birthday. എമ്മിയല്ലേ? Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. Yeah. Close. Yeah, close, sir. You come. Close. Okay, you close. Yeah, close back side. Okay, ready? Close, more, close. Yes, look, camera, smile. 1, 2, sir, can move a little bit. പെട്രോളസ് ടവറിൻ്റെ ചുറ്റും നിന്ന് തലങ്ങും വിലങ്ങും കുറേ ഫോട്ടോ എടുത്തു. ഒന്നുപോലും ശരിയല്ല. കാരണം പെട്രോളസ് ടവറിൻ്റെ ഹൈറ്റിനൊപ്പം പിടിച്ച് നമുക്ക് പറ്റുകയല്ലോ. അപ്പോൾ ഇവിടെ കണ്ട് ബ്രിഡ്ജുണ്ടെന്ന് പറഞ്ഞു. സലോമ ബ്രിഡ്ജോ എന്താ പേര് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു പേര് പറഞ്ഞവർ. ആ ബ്രിഡ്ജിലൊന്ന് കയറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 8:45 കഴിഞ്ഞു. 9:45 ആകുമ്പോഴത്തേനും അവിടെ എത്തണമെന്നാണ് ഓർഡർ. നമ്മുടെ സാരഥിയുടെ. അപ്പോൾ അതിന് മുമ്പ് എങ്ങാണ്ട് ബ്രിഡ്ജ് നടന്നോ അതിൻ്റെ പേരൊന്നും വായിക്കൊള്ളാത്ത പേരാണ്. അപ്പോൾ അതൊന്ന് കണ്ട് പോകാമെന്ന് വരുന്നു. സലോമ ആണോ ബ്രിഡ്ജിൻ്റെ പേര്? സലോമ. എന്താണ് സലോമ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണ്? പോയി നോക്കാം എന്താണെന്ന്. സത്യം പറയാം നമ്മുടെ കേരളത്തിൻ്റെയോ നമ്മുടെ കോഴിക്കോട്ടെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗ്രാമങ്ങളിലെ നഗരങ്ങളിലെയൊക്കെ അത്രയൊന്നും ആംബിയൻസ് ഇല്ല. മീൻസ് അതിനുള്ള റിസോഴ്സൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവരുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് ധിഷ്ണത കൊണ്ട് ഇവർ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് തകർക്കുകയാണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഗോൾഡ് ഗിഫ്റ്റായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾ ഇതെല്ലാമുള്ള നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയും ഇതിൻ്റെ 10-1 100 മാത്രമുള്ള ഇവരതിനെ മനോഹരമായി മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇവരെന്നല്ല, ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഈ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് 1957 ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ഈ മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മലേഷ്യയിൽ 70% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നതാണ്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോഴത് 5%, 3% മാത്രമേ ഉള്ളൂ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറയാം. അതാണ് വീക്ഷണമുള്ള ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയേക്കാൾ ഏറെ പിന്നിലായിരുന്ന ഈ രാജ്യം ഇന്ന് പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ വളർന്നു വന്നിരിക്കുന്നു. എന്ന് കരുതി നമ്മുടെ രാജ്യം മോശമൊന്നുമല്ല. നമ്മുടെ രാജ്യം മറ്റേത് കാര്യങ്ങളിലും ഒത്തിരി കാര്യങ്ങളിൽ ലോകത്തെ ഏത് രാജ്യങ്ങളേക്കാൾ കഴിവുള്ളതും ഏറെ പ്രശസ്തി ആർജിച്ചതും ആഴങ്ങളുള്ളതും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കുറച്ച് പറയുന്നില്ല. പക്ഷേ നമ്മുടെ കുറവുകൾ നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമേ. അല്ലാതെ നമ്മുടെ രാജ്യം ഒരിക്കലും മോശമല്ല. ഇന്ത്യയുടെ അത്രയും റിസോഴ്സസോ ആത്മീയമായ ആഴങ്ങളുള്ള രാജ്യം ലോകത്തില്ല. അത് വേറെ കാര്യം. ഇവിടെ നോക്കൂ, ഇതാണ് ആ ബ്രിഡ്ജ്. നിറം മാറി വരുന്ന, ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ നിറം മാറി വരുന്ന ഒരു പാലം. കൊള്ളാമല്ലേ? രസകരമാണ്. മാറട്ടെ, നിറം മാറട്ടെ, തല മാറട്ടെ എന്ന് പറയുന്നത് നിറം മാറട്ടെ. അപ്പോൾ ആ ബ്രിഡ്ജിന് ഉള്ളിലേക്ക് കയറണ്ടേ?
നിറം മാറി വരുന്ന ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നടന്നു കയറാം. എന്താണ് അവിടുത്തെ സീനെന്ന് അറിയണ്ടേ. എന്താ നമ്മളിവിടെ വാ, വേറൊരു ലോകം. കൊള്ളാം. പിന്നെ ഇവിടുന്ന് അങ്ങ് എടുത്തു പോവാം അല്ലേ. ഇവിടുന്ന് അങ്ങ് എടുത്തു തുടങ്ങിയാൽ ഉണ്ടോ എത്ര രസകരമാണെന്ന്. ഇത് 2000